24 മണിക്കൂറും ലൈബ്രറി തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം. SFI നേതൃത്വത്തിൽ സംഘടിച്ച വിദ്യാർത്ഥികൾ ലൈബ്രറിയെയും ലൈബ്രറിയുടെ ചുമതലയുള്ള അധ്യാപകനെയും ഉപരോധിച്ചു. രാത്രി മുഴുവൻ വിദ്യാർത്ഥികൾ ലൈബ്രറിയിൽ ഇരുന്ന് പ്രതിഷേധിച്ചതോടെ അടുത്ത 3 ദിവസത്തേക്ക് ലൈബ്രറി 24 മണിക്കൂറും തുറക്കാൻ അധികൃതർ തീരുമാനിച്ചു. രാജ്യത്തെ എല്ലാ കേന്ദ്ര സർവകലാശാലകളിലും ലൈബ്രറികൾ 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുമ്പോൾ കേരള കേന്ദ്ര സർവകലാശാലയിൽ മാത്രം പ്രവർത്തന സമയം രാവിലെ 9 മുതൽ രാത്രി 11 വരെയാക്കി നിജപ്പെടുത്തിയതിലാണ് വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ലൈബ്രറിയിലേക്കെത്തി. പ്രതിഷേധമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ലൈബ്രറി ചുമതലയുള്ള പ്രോസ്റ്റർ, ലൈബ്രറിയൻ എന്നിവരും എത്തി. വിദ്യാർത്ഥികളോട് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ല. ഇവിടെ 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ കേവലം 300 വിദ്യാർത്ഥികൾക്ക് പോലും ഇരിക്കാനുള്ള സൗകര്യം ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നില്ല. കൃത്യമായിട്ടുള്ള വാട്ടർ ഫെസിലിറ്റി ഇവിടെ ഇല്ല. കുട്ടികൾക്ക് ഇരിക്കാനുള്ള പഠിക്കാനുള്ള ഒരു സമയം പോലും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നില്ല. അതിനിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ലൈബ്രറിയിൽ പൂട്ടിയിട്ടുവെന്നും പരാതി ഉയർന്നു. വിദ്യാർത്ഥികൾ ഉപരോധ സമരത്തിലേക്ക് നീങ്ങിയതോടെ അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായി. തുടർന്ന് അടുത്ത 3 ദിവസം ലൈബ്രറി 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തിങ്കളാഴ്ച വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. നേരത്തെ ലൈബ്രറി ഉദ്ഘാടനത്തിന് പിന്നാലെ ഇവിടെ അനുഷ്ഠാന ചടങ്ങ് നടത്തിയത് വിവാദമായിരുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.